ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഞാനായിട്ട് ആർക്കും കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത്രത്തോളം ഇത് മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ 1 തൊട്ട് 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ മുഖ്യ പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് 5 വർഷം കൂടി അധിക ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് മൊത്തത്തിൽ 25 വർഷം കഠിന തടവായിരിക്കും പൾസർ സുനിക്കുള്ളത്. അതിൽ ഓൾറെഡി കേസ് വിചാരണയുമായി ബന്ധപ്പെട്ട് 7 വർഷം പൾസർ സുനി ജയിലിൽ കിടന്നതിനാൽ അത് കുറച്ചുള്ള ബാക്കി വർഷമായിരിക്കും പൾസർ സുനിക്ക് ഇനി അങ്ങോട്ട് ജയിലിൽ കിടക്കേണ്ടത്. അതായത് 25 - 7 മൊത്തത്തിൽ 18 വർഷം ഇനി പൾസർ സുനി ജയിലിൽ കിടന്നാൽ മതിയാകും. ഇന്നലെ 1.5 മണിക്കൂറോളം നീണ്ട വാദം കേൾക്കലിനൊടുവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജഡ്ജ് ഹണി എം വർഗീസ് ആണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികളെല്ലാവരും 40 വയസ്സിൽ താഴെയുള്ളവരായതുകൊണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലം മാനിച്ചുമാണ് അവരുടെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത്, ഒരു പെൺകുട്ടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രതികൾ ഇവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഇവരുടെ പ്രായത്തെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ ശിക്ഷാവിധി വരുന്ന സമയത്ത് മാത്രം ഇവരുടെ കുടുംബ പശ്ചാത്തലവും ഇവരുടെ പ്രായവും പരിഗണിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് എനിക്ക് അങ്ങോട്ട് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്തായാലും ഇത് വല്ലാത്തൊരു ശിക്ഷാവിധി തന്നെ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് അവിടെ പ്രായത്തിന്റെ പരിഗണനയും കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? വെറുതെ അല്ല നാട്ടില് പീഡനവും ബലാത്സംഗവും ഒക്കെ കൂടി വരുന്നത്. ഇതുപോലെ കോടതിയിൽ വെച്ച് പ്രായത്തിന്റെ പരിഗണനയും കുടുംബത്തിന്റെ പശ്ചാത്തലവും പറഞ്ഞ് തടി ഊരി വരാം. എനിവേ, ഈ കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുൻപാണ് നിർണായകമായ വിധി പുറത്തു വരുന്നത്. അന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നതിനേക്കാൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഇവിടെ നടിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ദിലീപിനെ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ്. അവിടെ ദിലീപ് രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ 2 ദിവസങ്ങൾക്കിപ്പുറം ഇന്നലെ ഈ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ദിവസമായിരുന്നല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ ദിലീപ് രക്ഷപ്പെട്ടതിനാൽ പലർക്കും ഇനി പ്രതികൾക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എല്ലാവരും അങ്ങ് മാറി. കാരണം ഇവിടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടിയെ ആക്രമിച്ച 6 ആളുകൾ ആണ് ശരിക്കും ശിക്ഷിക്കപ്പെടേണ്ടത്. അതല്ലല്ലോ ശരിയായിട്ടുള്ളൊരു രീതി. ഈ ഒരു കൊട്ടേഷൻ കൊടുത്ത ആളും കൂടി ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ അവിടെ ശരിയായിട്ടുള്ള നീതി നടപ്പാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്കും സംഘത്തിനും എന്ത് ശിക്ഷ തന്നെ കിട്ടിയാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന രീതിയിലായിരുന്നു പലരും ഇന്നത്തെ വിധി കേട്ടത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടെ ഇങ്ങനെയൊരു ശിക്ഷാവിധി വളരെയധികം കുറഞ്ഞു പോയെന്ന് മാത്രമേ ഞാൻ പറയൂ. ഇതിപ്പോൾ 20 വർഷം കഠിന തടവ്. അതും ഈ 20 വർഷമൊന്നും എല്ലാവരും ഒന്നും ജയിലിൽ കിടക്കൂല. ചില ആളുകൾ 5-6 വർഷം നല്ലതുപോലെ ജയിലിൽ നിന്നാൽ ജയിലിൽ നല്ല നടപ്പിന്റെ പേരിൽ അവരെ വെറുതെ വിടും. പിന്നെ അവർക്ക് നാട്ടിൽ എങ്ങനെ വേണമെങ്കിലും വിലസി നടക്കാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മിക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. മറ്റവരെയൊക്കെ വെറുതെ വിട്ടാൽ മതി, ഇവരെ അങ്ങ് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോ നമ്മൾ ചില കുട്ടികളെ ശാസിക്കില്ലേ, ഇനി കുറുമ്പ് കാണിക്കരുത് എന്നൊക്കെ, അതുപോലെ ആയ മാതിരിയേ തോന്നുള്ളൂ. അവളുടെ മാനത്തിന് 5 ലക്ഷം രൂപയെ വിലയുള്ളൂ. എന്നിട്ട് നമ്മളൊന്നും പറയാനും പാടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ കേൾക്കും. എന്താ പറയാ ഇതിന്? എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന്. ഇപ്പോൾ എവിടെയാണുള്ളത്? അതിജീവിതയെ കാണാൻ പോകുന്നുണ്ടോ? ഞാൻ അവളുടെ കൂടെ തന്നെ ആയിരുന്നു ഇത്രയും ദിവസം. ഇപ്പതാ ഞാൻ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക നാട്ടിലേക്ക്. ഞാൻ ഭയങ്കരമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ് ഇമോഷണൽ ആവാതിരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അവള് വീട്ടിലുണ്ട്. അവളെന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവളെ വിളിക്കാൻ പേടിയാണ്, അവളോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ തന്നെ അതിജീവിതയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു. ഇത്രയും തുച്ഛമായിട്ടുള്ള ശിക്ഷ കൊടുത്ത് പ്രതികളെ ശിക്ഷിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ശരിക്കും ഇവരെ അങ്ങ് വെറുതെ വിടുന്നതാണ് നല്ലത്. ഇതൊരുമാതിരി 20 വർഷം അവരെ സെൻട്രൽ ജയിലിലിട്ട് പോറ്റുന്ന പോലായി.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊലക്കയറിലും കുറഞ്ഞൊരു ശിക്ഷ ഇവർക്ക് കൊടുക്കാനേ പാടില്ല. കാരണം അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇന്നലെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധി കേൾക്കാൻ പോകുന്നതിന് മുൻപ് അതിജീവിതയുടെ വക്കീൽ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതുകൂടി ഒന്ന് കണ്ടു നോക്കാം. എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. അതിൽ ഒരാൾക്ക് മാത്രമേ ശിക്ഷയുടെ കാര്യമുള്ളൂ അല്ലേ, പൾസർ സുനി എന്ന് പറഞ്ഞ A1-ന്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് കോടതി അതാത് സെക്ഷൻ അനുസരിച്ചുള്ള അവർ കുറ്റം ചെയ്തതനുസരിച്ചുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നത്. സുനിയെ സംബന്ധിച്ച് സുനി ഇപ്പോൾ 8 വർഷം എന്നത് 10 വർഷമായിട്ട് കണക്കാക്കപ്പെടും. ആൾ ശിക്ഷ അനുഭവിച്ചതാണ്. അതിനെ സംബന്ധിച്ച് കോടതി പറയും. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയും എന്നതാണ്. ആ അവസാനം പറഞ്ഞ വാക്ക് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയും എന്നുള്ളത്. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി ഒന്നും തന്നെ പറഞ്ഞില്ല. ഈ ഒരു മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TV-യിൽ റോഷിപാൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ പലർക്കും അറിയുമായിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പൾസർ സുനിയുമായി ഒളിക്യാമറ ഓപ്പറേഷൻ ഇന്റർവ്യൂ നടത്തിയ ഒരു മനുഷ്യനുണ്ടല്ലോ. മൂപ്പർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നാലെ പോയ ഒരു വ്യക്തിയാണ്. എന്തിനേറെ പറയുന്നു, ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ തെളിവ് തന്ന ഡോക്ടറായിട്ടുള്ള ബാലചന്ദ്രകുമാറിനെ ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു ടോക്ക് ഷോ ഒരു ദിവസം മുന്നേ റിപ്പോർട്ടർ TV-യിൽ ഉണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. കാരണം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതുവഴി ഈ മെമ്മറി കാർഡിൽ കൃത്രിമത്വം നടന്നോ, അതിലെ ദൃശ്യങ്ങളിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഇത് പകർത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അതീവ ഗൗരവമുള്ള സംഭവമാണ്. കോടതി കസ്റ്റഡിയിലിരിക്കുന്ന പീഡന ദൃശ്യങ്ങൾ അടങ്ങുന്ന ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് നശിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന ഞെട്ടിക്കുന്ന സത്യത്തിൽ ആ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ചപ്പോൾ ഒരു വിറങ്ങലിപ്പായിരുന്നു. കാരണം ദൃശ്യങ്ങൾ പുറത്തുപോയെങ്കിൽ ഒരുപക്ഷെ അതിജീവിതർക്കുണ്ടാകുന്ന പ്രയാസം, അവരുടെ ജീവൻ പോലും അപകടപ്പെടാനുള്ള സാധ്യത. അതാണ് ഈ കേസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിച്ച് നോക്കിയാൽ വളരെ അസാധാരണമായ രീതിയിൽ വിക്ടമിനെതിരെയുള്ള സംഭവമാണ് ഈ ഒരു കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയിലേക്ക് വിശ്വസിച്ച് സമർപ്പിച്ച ഒരു രേഖ, അതിൽ കൃത്രിമത്വം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? ആദ്യമായിട്ടാണ് കോടതിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി തനിക്ക് നീതി ലഭിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ട് പോലും കോടതിക്കുള്ളിൽ നടക്കുന്നത്, കോടതി വിധിക്കുന്ന കാര്യങ്ങളെല്ലാം വിക്ടമിനെതിരായ കാര്യങ്ങളാണ്. വളരെയധികം നിർണായകമായ തെളിവുകൾ അടങ്ങുന്ന ഒരു മെമ്മറി കാർഡ് പോലും മര്യാദയ്ക്ക് കോടതിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഡേറ്റ ലീക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു എല്ലാം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള എല്ലാ വിശ്വാസവും. ഇതിനെപ്പറ്റി ഇനി എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.